അടുത്ത റിയാക്ഷനാണ്, രണ്ടാമത്തെ റിയാക്ഷനാണ് സ്റ്റീഫൻസ് റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ. ഇവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ്? ആൽക്കൈൽ നൈട്രൈൽ. ആൽക്കൈൽ നൈട്രൈൽ അല്ലെങ്കിൽ സയനൈഡ്സ് എന്ന് പറയില്ലേ, ആൽക്കൈൽ സയനൈഡുകളാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അതിനെ നമ്മൾ എന്തിൻ്റെ HCl ആയിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് സ്റ്റാനസ് ക്ലോറൈഡ്. ആൽക്കൈൽ നൈട്രൈൽ ഈസ് allowed to react with HCl in presence of stannous chloride. SnCl2 HClന്റെ പ്രസൻസിൽ ആൽക്കൈൽ നൈട്രൈലിനെ റിയാക്ട് ചെയ്യും. ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കിട്ടും. നമുക്കൊന്ന് നോക്കാം. RC∼N ഇതാണ് ആൽക്കൈൽ സയനൈഡ്. ഇതിനെ നമ്മൾ എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? ഇറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് SnCl2 സ്റ്റാനസ് ക്ലോറൈഡ് HClന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്തു. ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഇവിടെ പാർഷ്യൽ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ഹൈഡ്രജൻ ആഡ് ചെയ്യണമല്ലോ. അപ്പൊ ഈ പാർഷ്യൽ റിഡക്ഷൻ നടക്കുകയാണ് ചെയ്യണത്. ഇവിടെ RC∼N സയനൈഡിന്റെ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പാർഷ്യൽ റിഡക്ഷൻ നടക്കും. രണ്ട് ഭാഗത്തും ഹൈഡ്രജൻ ജോയിൻ ചെയ്യും, ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഈ കോമ്പൗണ്ട് ആണ് ഇമീൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഫെർദർ ആയിട്ട് ഇത് ഹൈഡ്രോളിസിസ് നടക്കുകയാണ്. ഹൈഡ്രോളിസിസ് നടക്കുക എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ പ്രസൻസിൽ, അല്ല, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്. അസിഡിക് ഹൈഡ്രോളിസിസ് ആണ്. അങ്ങനെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ നോക്കൂ, ഈ NH ഇവിടുത്തെ രണ്ട് ഹൈഡ്രജൻ എന്തായി? NH3 അല്ലേ? അമോണിയ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? RC∼O. ഈ ഓക്സിജൻ ഇങ്ങോട്ട് ചേരും. RC∼OH. ഓക്കെ, ഇതാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പം എന്താണ് സ്റ്റീഫൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത്? നൈട്രൈൽ അല്ലെങ്കിൽ ആൽക്കൈൽ നൈട്രൈൽ അല്ലെങ്കിൽ സയനൈഡ് ടിൻ ക്ലോറൈഡ് ഓർ HClന്റെ പ്രസൻസിൽ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ആൽഡിഹൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് സ്റ്റീഫൻ റിയാക്ഷൻ. ഇതിൽ ഇടയിലൊരു ഇമീൻ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇമീനിൽ നിന്നാണ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ഫോം ചെയ്യണത് എന്നൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പം നമുക്ക് ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ നോക്കാം. CH3 C∼N. അപ്പം എന്താണ്? ആദ്യം SnCl2 in presence of HCl. അപ്പം എന്താ ഇവിടെ ഫോം ചെയ്യുക? കറസ്പോണ്ടിങ് ഇമീൻ ഫോം ചെയ്യും. CH3 C∼N. ഇവിടേക്ക് ഹൈഡ്രജൻ വരും, ഇവിടേക്കും ഹൈഡ്രജൻ വരും. ഓക്കെ, ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, രണ്ട് ഭാഗത്തേക്കും ഹൈഡ്രജൻ വന്നു. ഇനി ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. H2O. അപ്പോൾ അവിടെ -NH3 നൈട്രജൻ NH ഈ എച്ചും കൂടിയിട്ട് NH3 എലിമിനേറ്റ് ചെയ്യും, ഇത് ജോയിൻ ചെയ്യും. അപ്പം എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 C∼OH അല്ലേ? CH3 ഈ വാട്ടർ ഇങ്ങോട്ട് വരും. എങ്ങനെയാണ്? ഇത് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും, ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഈ ഓക്സിജൻ ഇങ്ങോട്ട് ആഡ് ചെയ്യും. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം നമുക്കത് അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഫോം ചെയ്യണത്? അസെറ്റാൽഡിഹൈഡ് ഫോം ചെയ്തു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു റിയാക്ഷൻ നോക്കാം. CH3 CH2 C∼N. ഓക്കെ, ഈഥൈൽ സയനൈഡ്, ഈഥൈൽ നൈട്രൈൽ എന്നൊക്കെ പേര് കൊടുക്കുക. അതിന് പേര് പറയാതിന് എന്താണ്? SnCl2 in presence of HCl. SnCl2 HClന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കും. അപ്പം എന്താ ഫോം ചെയ്യുക? കറസ്പോണ്ടിങ് ഇമീൻ ഫോം ചെയ്യും. CH3 CH2 CH∼NH അല്ലേ? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടേക്കും ഹൈഡ്രജൻ വന്നു. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനെ ഫെർദർ എന്താണ്? ഹൈഡ്രോളിസിസ് ആണ്. അതായത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക. അസിഡിക് ഹൈഡ്രോളിസിസ് ആണ്. അപ്പം എന്ത് പോവും? ഇവിടെ നിന്ന് ഈ NH3 എലിമിനേറ്റ് ചെയ്ത് പോവും, ഓക്സിജൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യും. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? CH3 CH2 CHO. ഓക്കെ, ഇനി അടുത്തത് തന്നെ ഒരു അരോമാറ്റിക് ആയിട്ടുള്ള
കോമ്പൗണ്ട്. ഇതും അതെ, സ്റ്റീഫൻ റിഡക്ഷൻ നടക്കുമ്പോൾ SnCl2 HCl. സ്റ്റീഫൻ റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ഫോം ചെയ്യത്? ട്രിപ്പിൾ ബോണ്ട് N ആണ്. അപ്പം എന്ത് ഫോം ചെയ്യും? ഇമീൻ, കറസ്പോണ്ടിങ് ഇമീൻ ഫോം ചെയ്യും. CH ഡബിൾ ബോണ്ട് NH കറസ്പോണ്ടിങ് ഇമീൻ ഫോം ചെയ്തു. ഇതിനെ നമ്മൾ എന്താണ് ഫെർദർ ആയിട്ട് ഹൈഡ്രോളിസിസ് H2O അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രോളിസിസ് നടത്തി. അപ്പം എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH ഡബിൾ ബോണ്ട് O അല്ലേ? ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആസിഡ് ക്ലോറൈഡ് അല്ല, ആസിഡ് ക്ലോറൈഡ് റോസൻമൻ റിഡക്ഷൻ. ഇവിടെ ആൽക്കൈൽ നൈട്രൈലിൽ നിന്ന് ടിൻ ക്ലോറൈഡ് HClന്റെ പ്രസൻസിൽ ഇമീൻ ഫോം ചെയ്തിട്ട് ഫെർദർ ആയിട്ട് അതിന്റെ ഹൈഡ്രോളിസിസ് നടത്തി ആൽഡിഹൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എന്ത്? സ്റ്റീഫൻ റിയാക്ഷൻ.